ദിസ് ഷിബിന യുവർ മെന്റർ വെൽക്കം ടു ഹൗ ടു മേക്ക് ഇറ്റ് ഈസി. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ള ഒന്നാണോ എല്ലാ സമയത്തും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല, എത്ര സന്തോഷമുള്ള നിമിഷം വന്നാലും സന്തോഷിക്കാൻ പറ്റില്ല, ഞാൻ ടെൻഷൻ അടിച്ച് എന്നെ ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ചിട്ട് തന്നെ ഈ സമയം മൊത്തം കളയുന്നുള്ളത് നിങ്ങൾ എല്ലാവരും എന്തോ ഒരു പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണോ? ഞാൻ അറിയായിട്ട് ചോദിക്കുകയാണ്. ഈ ഒരു എക്സാമിന്റെ ഒരു മാസം മൊത്തം നിങ്ങളുടെ എല്ലാവരും ടെൻഷൻ ആയിരുന്നു. എക്സാം ടഫ് ആയിരിക്കോ, ഈസി ആയിരിക്കോ, എഴുതാൻ പറ്റുമോ, പഠിച്ച കാര്യങ്ങളാണോ വരിക, എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ടെൻഷൻ ആയിരുന്നു ഒരു മാസം മുഴുവനായിട്ടും. അപ്പൊ ആ ഒരു മാസം മൊത്തം കഴിഞ്ഞ് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ളതും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളതും ഒക്കെ നിങ്ങൾക്കുള്ള ഒരു റിവാർഡാണ് ഈ ഒരു വെക്കേഷൻ എന്ന് പറയുന്നത്. ഈ 2 ദിവസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സേജ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. എന്താണെന്നറിയോ, എനിക്ക് റിസൾട്ട് വരുന്ന ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ആവുന്നത്. റിസൾട്ട് വരുമ്പോൾ ഞാൻ തോറ്റു പോയിട്ട് എന്ത് ചെയ്യും, എന്റെ ഫാമിലിക്ക് എന്നെ പറ്റി ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്, എന്റെ ടീച്ചേഴ്സ് എനിക്ക് എന്നെ പറ്റിയിട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്, എന്റെ കസിൻസും നെയ്ബേഴ്സും ഒക്കെ നന്നായിട്ട് പഠിക്കും, അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയൊക്കെ അവരെ പറ്റിയിട്ട് എന്നെ കമ്പയർ ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, തോറ്റു പോകുന്നുള്ളത് ഉറപ്പാണ്, റിസൾട്ട് വന്ന് തോറ്റു പോയിട്ട് സേ എക്സാം ഉണ്ടാവോ, ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവോ തുടങ്ങിയിട്ട് എപ്പോഴോ വരാൻ പോകുന്ന റിസൾട്ടിന്റെ ഡേറ്റ് എപ്പോഴാണെന്ന് അറിയില്ല, 2 മാസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരാൻ പോണത്. എപ്പോഴോ വരാൻ പോകുന്ന റിസൾട്ട് ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെയുള്ള നല്ല നിമിഷങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച് തീർക്കാണ് ഈ കാണുന്ന എല്ലാവരും. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, എന്താണ് അതിനെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോണത്? നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു, പേപ്പറും കാര്യങ്ങളൊക്കെ എത്തേണ്ട അടുത്ത് എത്തിക്കഴിഞ്ഞു, അതിന്റെ വാല്യുവേഷൻ പോലും സ്റ്റാർട്ട് ആയിട്ടില്ല. ഇനി വാല്യുവേഷൻ സ്റ്റാർട്ട് ആയാൽ നിങ്ങൾക്കുള്ള മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റിസൾട്ട് ഒരു ദിവസം വരും. അത് വരുന്ന സമയത്ത് നോക്കിയാൽ പോരെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ 10ലോ +1ലോ +2ലോ ഏത് ക്ലാസ്സിലോ ആയിക്കോട്ടെ, ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം മുഴുവനായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഉറക്കൊഴിഞ്ഞ് ടെൻഷൻ അടിച്ച് നിങ്ങളുടെ സ്ലീപ്പും കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്ത് എൻജോയ്മെന്റും എല്ലാം കളഞ്ഞിട്ട് ഒരുപാട് ടെൻഷനിലൂടെ ആയിരിക്കും ഓരോ കുട്ടിയും എക്സാമിന് സമയത്ത് ഇരിക്കുന്നുണ്ടാവാം. ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ മറികടന്ന് നിങ്ങൾ എക്സാം ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള 2-3 മാസമാണ് നിങ്ങൾക്ക് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ എടുത്ത് നിങ്ങളെ കിട്ടി റിവാർഡ് ആയിട്ട് എടുത്ത് നിങ്ങൾ അത് എൻജോയ് ചെയ്യണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴാണ് സന്തോഷിക്കാൻ വേണ്ടി നിങ്ങൾ പോണത്? ഈ ഒരു വെക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര എപ്പോഴായിരിക്കും ഒരു സന്തോഷമുള്ള ഒരു കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വെക്കേഷനൊക്കെ 2 മാസം എന്നൊക്കെ പറയുമ്പോൾ അത്രയും പെട്ടെന്ന് കഴിഞ്ഞു പോകും. പിന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോളേജിലൊക്കെ എത്തി അല്ലെങ്കിൽ വേറെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ സമയം തിരിച്ചു കിട്ടാൻ വേണ്ടി പോകണില്ല. പിന്നെ നിങ്ങൾ ഈ പഠിക്കാനും അക്കാദമിക്സും എക്സാമും സ്ട്രെസ്സും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. അപ്പം അതിന്റെ ഇടയിൽ കിട്ടുന്ന ഒരു നല്ലൊരു സമയമാണ് ഈ ഒരു വെക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അമ്മേന്റെ വീട്ടിൽ പോകാനും കസിൻസിന്റെ കൂടെ എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് ട്രിപ്പ് പോകാനും ഫോണിൽ കളിക്കാനും കിടന്നുറങ്ങാനും നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് എണീച്ച് വരാനും ഒക്കെ ചെയ്യാനുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് കിട്ടിയ ഒരു റിവാർഡാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആവാനും നെഗറ്റീവ് ആവാനും പോകുന്നില്ല. അത് വെറുതെ നിങ്ങൾ ഈ സമയം വേസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? റിസൾട്ടിനെ പറ്റിയിട്ടോ ബാക്കി ഒന്നിനെ പറ്റിയിട്ട് നിങ്ങൾ ബോധരാവണ്ട. റിസൾട്ടിനെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കണം. എപ്പോഴാണെന്ന് അറിയാം, ഇപ്പൊ റിസൾട്ട് എപ്പോഴാണെന്ന് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അതിൽ തലേന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചോളൂ. എന്ത് ചെയ്യും, എങ്ങനെ ആക്കും, റിസൾട്ട് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു സാധനം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകും. അത് ഓക്കെ, ആ സമയത്ത് എല്ലാവർക്കും ഒരു പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരെയും അറിഞ്ഞോളൂ ഒരു ടീച്ചേഴ്സും തോപ്പിക്കാൻ വേണ്ടി പോണില്ല. നിങ്ങൾ അത്യാവശ്യം ഒരു വൃത്തിയിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 40 മാർക്കിന് എഴുതിയിട്ടുണ്ടെങ്കിൽ 45 മാർക്ക് അവിടെ കിട്ടും. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ ടീച്ചേഴ്സും ഒരു കുട്ടീനെ മാക്സിമം ജയിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാക്സിമം നല്ല മാർക്ക് കൊടുക്കണം, അവൻ അടുത്ത ക്ലാസ്സിലേക്ക് എലിജിബിൾ ആവണം എന്നുള്ള രീതിയിലാണ് പേപ്പർ നോക്കുക. അതുകൊണ്ട് വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ലിബറൽ തന്നെ ആയിരിക്കും. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങളപ്പോൾ അതൊന്ന് തോക്കോ ജയിക്കോ എന്നൊന്നും അത് ടെൻഷൻ അടിക്കണം. തോറ്റാലും ഒരു വിഷയത്തിൽ തോറ്റ് എന്ന് വെച്ചിട്ട് അതോടെ ലോകാവസാനം സംഭവിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് സേ എക്സാം എഴുതാം, +1 +2 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ആരുടെയും എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും നിങ്ങൾ മൈൻഡിലേക്ക് എടുക്കണ്ട. അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല മാർക്ക് കിട്ടും. ചിലപ്പോൾ പഠിത്തമായിരിക്കില്ല നിങ്ങളുടെ മേഖല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറയുന്നത്. ഇപ്പൊ ഞാൻ പറയുമ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവോ കൂടുതലോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. റിസൾട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും നല്ല മാർക്ക് ആയിരിക്കും വരിക. നമുക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒട്ടും പഠിക്കാത്ത കുട്ടികളൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് നല്ല മാർക്കോടെ കൂടി പാസ്സായിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓണം എക്സാം ക്രിസ്മസിനൊക്കെ ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും. അതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നത്. അപ്പൊ റിസൾട്ട് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നാണ് എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ളത്. അത് വരുമ്പം വന്നോട്ടെ, മനസ്സിലായല്ലോ. അത് എന്തോ ആയിക്കോട്ടെ, റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ, പരീക്ഷ എഴുതിയാൽ അതിന് റിസൾട്ട് വരും. അതപ്പം നമുക്ക് നോക്കാം. ഈ ഒരു വെക്കേഷൻ നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പോണ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരിക്കും. വളരെ പെട്ടെന്ന് ഈ സമയം കടന്നു പോവുകയും ചെയ്യും. അപ്പൊ ടെൻഷൻ അടിച്ച് നിങ്ങൾക്ക് എല്ലാ ദിവസവും ടെൻഷൻ അടിച്ച് ഉറങ്ങാതെ റിസൾട്ട് ആലോചിച്ച് പേടിച്ചിരിക്കാൻ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കുക, ഒരു പ്രശ്നവും. ഡിപ്രസ്ഡ് ആയിട്ട് നിങ്ങൾ റിസൾട്ടിന്റെ ദിവസം വരെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ആ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നാലും നിങ്ങളുടെ റിസൾട്ടിൽ ഒരു മാറ്റം സംഭവിക്കാനും പോകുന്നില്ല. നേരെ മറിച്ച് ഈ ഒരു സമയം നിങ്ങൾ നല്ല എൻജോയ് ചെയ്ത് ജോളി ആയിട്ട് ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക, നല്ല റിസൾട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ നിങ്ങൾ എൻജോയും കൂടി ചെയ്യുക, മനസ്സിലായോ? റിസൾട്ടും പഠിത്തവും മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. കുറെയൊക്കെ എൻജോയ് ചെയ്യാനും നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ പോകാനും നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടാക്കും വേണം. അതൊക്കെയാണ് നമുക്ക് ഓർമ്മിക്കാണ്ടാവുള്ളൂ. കുറെ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് വന്ന ദിവസവും റിസൾട്ട് നല്ല സങ്കടപ്പെട്ട ദിവസം ഒന്നും അല്ല ഓർമ്മ ഉണ്ടാവുക. നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെയും കസിൻസിന്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്ത് ഈ നിമിഷങ്ങളായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ വെറുതെ കളയരുത്. ഈ 2 മാസം നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം. ഈ
2 മാസം എൻജോയ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പ്രൊഡക്റ്റീവ് ആക്കാനുള്ള കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കൂടെ തന്നെ നിൽക്കുക. ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ നിങ്ങൾ വെറുതെ ഓവർ തിങ്ക് ചെയ്യാണ് ഇപ്പൊ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് റിസൾട്ട് എന്ന് പറയുന്ന ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാ. റിസൾട്ടിനെ പേടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് വീഡിയോ ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ നിങ്ങൾ വെക്കേഷൻ എൻജോയ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഒരു വെക്കേഷൻ ജേർണിയിലും നല്ല പ്രൊഡക്റ്റീവ് ആക്കി നിങ്ങളെ കൊണ്ടുപോകാൻ ഉണ്ടാകും. അപ്പം ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും മറക്കണ്ട. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യാനും ആരും മറക്കണ്ട.